നമസ്കാരം. നാടിൻ്റെ ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ മാസം 25 50 വർഷങ്ങൾക്ക് മുമ്പ് 1975 ജൂൺ മാസം 25 ശ്രീമതി ഇന്ദിര അവരുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തെ സംരക്ഷിക്കാൻ വേണ്ടി, കോടതി വിധികളെ മറികടക്കാൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ജനതയുടെ മൗലികാവകാശങ്ങളെയും ജനാധിപത്യാധികാരങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദുർദിനമാണ്. ഒരു ഭരണകൂട ഭീകരത എങ്ങനെയാണ് ഒരു രാജ്യത്ത് നടപ്പിലാക്കുക എന്ന് സ്വതന്ത്ര ഭാരതത്തിലെ ജനത അനുഭവിച്ചറിഞ്ഞ, രാജ്യത്തെ മുഴുവൻ ഒരു തടവറയാക്കി മാറ്റി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം ജയിലറകളിലടച്ച് പത്രങ്ങൾക്കെല്ലാം പത്രമാരണ നിയമമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി വളരെ പൈശാചികമായ താണ്ഡവമാടുകയായിരുന്നു ഭരണകൂടം 1975 ജൂൺ മാസം 25 മുതൽ 1977 മാർച്ച് മാസം വരെയുള്ള കാലഘട്ടം. ഈ രാജ്യത്തോട്, രാജ്യജനതയോട്, രാജ്യത്തിൻ്റെ പൊതു സമൂഹത്തോട്, ജനാധിപത്യ സമൂഹത്തോട് കാണിച്ച ഈ ക്രൂരതയും ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യവും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വവും, അതുപോലെ തന്നെ ഒരു ഭരണകൂടം ധാർമ്മികമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചും വർത്തമാനകാല സമൂഹത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ യുവതലമുറയ്ക്കും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരണഘടനാ ഹത്യ ദിനമായി ആചരിക്കുകയാണ്. 50-ാം വാർഷികം പ്രമാണിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ധാർമ്മിക ഭരണത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും ധാർമ്മിക ഭരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വർത്തമാനകാല സമൂഹത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടിക്കാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികൾ, അന്ന് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന CPI, അതിൻ്റെ നേതാവ് ശ്രീ അച്യുത മേനോനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ദിരാ കോൺഗ്രസ് ആയി മാറിയ ആ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ നേതാവ് ശ്രീ K. കരുണാകരൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയുമായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ താണ്ഡവത്തിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനയെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു. വർത്തമാനകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഭാരതമാതാവിൻ്റെ ചിത്രത്തെ പൂജിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിക്കുകയും രാജ്ഭവന്റെ പ്രോട്ടോകോൾ, ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുമെല്ലാം മന്ത്രിമാർ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ, CPM മന്ത്രിമാർ നടത്തുന്ന ചെയ്തികളും, അവർ എന്നിട്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ കാറ്റിൽ പറത്തിയവർ, ഇന്ത്യൻ ഭരണഘടന എന്ന അവകാശങ്ങളെ, മൗലിക അവകാശങ്ങളെ, ജനാധിപത്യ അവകാശങ്ങളെ കാറ്റിൽ പറത്തി ഈ രാജ്യത്തെ ജനതയെ മുഴുവൻ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിട്ടവരാണ് ഇന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കുന്ന CPIയും കോൺഗ്രസും. അവരുടെ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാൻ പോലും അവകാശമില്ലാത്ത രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളത്, ഒന്ന് CPIയും ഒന്ന് കോൺഗ്രസുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. CPM ആണ് എങ്കിൽ ഇതിനകത്ത് ഏറ്റവും അപഹാസ്യമായ തരത്തിലുള്ള ഇരട്ടത്താപ്പ് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ്. CPM അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിനെതിരായ പ്രക്ഷോഭത്തിൽ ജനസംഘം, ഭാരതീയ ജനസംഘം ജനസംഘവും നേതൃത്വം നൽകുന്ന JP മൂവ്മെന്റിന്റെ ജനസംഘം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ നേതൃത്വം കിടങ്ങുന്ന സോഷ്യലിസ്റ്റുകൾ, അതുപോലെ സർവോദയക്കാർ, NB മൻമോഹൻ സാറിന്റെ നേതൃത്വത്തിലുള്ള സർവോദയക്കാർ എല്ലാം നേതൃത്വം നൽകുന്ന JP മൂവ്മെന്റിന്റെ ഭാഗമായി ലോക് സംഘർഷ് സമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ജൂലൈ മാസം 8, 9, 10 തീയതികളിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്കും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലം കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ ഒരു പ്രകടനം നടത്താൻ തീരുമാനിച്ചു ലോക സംഘർഷ സമിതി. ആ പ്രകടനത്തിനു ശേഷം സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പ്രക്ഷോഭത്തിലും, അതായത് ജൂലൈ മാസം 11 മുതൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് വരെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു പ്രക്ഷോഭണത്തിൻ്റെയും രംഗത്തേക്ക് വന്നില്ല. അന്ന് ലോക് സംഘർഷ സമിതിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ ശ്രീ K. രാമൻപിള്ള സാർ
ഭാരതീയ ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന പിന്നീട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയ ഇന്ന് നവതിയുടെ നിറവിൽ നിൽക്കുന്ന ശ്രീ രാമപിള്ള സാർ, അദ്ദേഹം EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണുന്നതിന് വേണ്ടി മലമ്പുഴയിലെ CPM നേതാവ്, അവിടുത്തെ മലമ്പുഴ MLA ആയ കൃഷ്ണദാസ്, അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിൽ 25-ാം നമ്പർ മുറിയിൽ ചെന്നാൽ EMSനെ കാണാൻ സാധിക്കുമെന്ന് കൃഷ്ണദാസ് പറഞ്ഞതനുസരിച്ച് അവിടെ ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്നത് EMS ആയിരുന്നില്ല, പകരം സഖാവ് VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദനുമായി കാര്യങ്ങൾ വിശദമായി രാമപിള്ള സാർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് VS പറഞ്ഞത്, നിങ്ങളെ പോലീസ് അന്വേഷിക്കുന്ന ഒരാളാണ്, പോലീസ് അന്വേഷിക്കുന്നവരുമായി ചർച്ച നടത്താൻ, അവരെ കാണാൻ സഖാവ് EMS താല്പര്യപ്പെടുന്നില്ല. അത് മാത്രമല്ല, യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് CPM തയ്യാറല്ല, ഒറ്റയ്ക്കും ഒരു സമരത്തിന് ഇപ്പോൾ പാർട്ടിക്ക് പരിപാടിയില്ല, മറ്റേതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ പിന്നീട് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ആ CPM സ്വാഭാവികമായ ഒരു സംശയം ഉണരാം. EMS അറസ്റ്റ് ചെയ്യപ്പെട്ടു, AKG അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ നിന്ന് വ്യത്യസ്ത CPMന്റെ EMS അടക്കമുള്ള നേതാക്കന്മാരുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടായിരുന്നു സഖാവ് AKGക്ക് ഉണ്ടായിരുന്നത്. പ്രക്ഷോഭം നടക്കണം, അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിക്കണമെന്ന നിലപാട് AKGക്ക് ഉണ്ടായിരുന്നു. പക്ഷേ AKGയുടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദം EMSനെ പോലെയുള്ള സാർത്ഥമതികളുടേതായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് ആ പാർട്ടി നേരിട്ട അപജയത്തിൻ്റെ മുഖ്യ കാരണം. EMS അന്ന് പറഞ്ഞത്, EMS സുന്ദരയ്യയുടെ രാജിയെ തുടർന്ന് EMS പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിൽ വന്നു. അദ്ദേഹം ആദ്യത്തെ സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത്, അവരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്, ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ള സാധ്യത വളരെ വിദൂരമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ നിയമവിധേയമായി പ്രവർത്തിക്കണം എന്നാണ് CPM തീരുമാനിച്ചത്. എന്ന് മാത്രമല്ല, 1976 മാർച്ച് മാസത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കാണുകയും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമ്രാജ്യത്വ വർഗീയ വിരുദ്ധ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുമായി ഐക്യപ്പെട്ടവരാണ് CPM എന്ന യാഥാർത്ഥ്യം വർത്തമാനകാല സമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ CPM ആണ് ഇന്ന് അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്നത്. സ്വാഭാവികമായും ജനങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, പിണറായി വിജയൻ അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ, ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായിട്ടില്ലേ എന്ന്. ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സഖാവ് പിണറായി വിജയൻ അടക്കം നമ്മുടെ വൈക്കത്തെ പ്രാദേശിക നേതാക്കന്മാരായ സഖാവ് VK ഗോപിനാഥൻ, സഖാവ് KS ഗോപാലൻ അടക്കം KK ജോസഫ് ഉൾപ്പെടെയുള്ളവർ, നമ്മുടെ കോട്ടയം ജില്ലയിൽ പറഞ്ഞാൽ KK ജോസഫ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് CPMഉം CPIയും തമ്മിലുള്ള വൈരാഗ്യമാണ്. CPI പിളർന്നാണല്ലോ CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുന്നത്. ആ CPI പിളർന്ന് CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുമ്പോൾ അച്യുത മേനോൻ എന്ന് പറയുന്ന CPIയുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയും കൂടി വന്നപ്പോൾ ആ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് CPMന്റെ രണ്ടാം നിര നേതാക്കന്മാരെ അടിച്ചൊതുക്കി CPMനെ ഇല്ലാതാക്കാം എന്ന CPIയുടെ ഗൂഢലക്ഷ്യമായിരുന്നു ഇവരുടെ അറസ്റ്റിന് പിന്നിൽ. EM ശങ്കരൻ നമ്പൂതിരിപ്പാടും AKGയും അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും അവർ ദിവസങ്ങൾക്കകം ജയിൽ മോചിതരായി. ഇനിയും പരിഹാസ്യരായ രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. R ബാലകൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് മന്ത്രിയായി വിരചിക്കുക, വലിയ വാചകമടിക്കുന്ന ഒരു മന്ത്രിയാണ് R ബാലകൃഷ്ണപിള്ളയുടെ മകൻ. R ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരള കോൺഗ്രസ് നേതാവും ഇന്ന് കോട്ടയത്തെ MP ആയിട്ടുള്ള ബഹുമാന്യനായ ഫ്രാൻസിസ് ജോർജിന്റെ പിതാവ് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള KM ജോർജും, അവർ രണ്ടുപേരും പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിലിൽ പോയവരാണ്. അവർ ജയിലിൽ നിന്നിറങ്ങി നേരെ പോയത് സഖാവ് അച്യുത മേനോന്റെയും കരുണാകരൻ്റെയും അടുത്താണ്. അവർക്ക് ഐക്യപ്പെടുകയും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും മാത്രമല്ല ആ മന്ത്രിസഭയിൽ തന്നെ അവരെ മന്ത്രിയാകുകയും ചെയ്ത വിരോധാഭാസത്തിനും ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടത് രാഷ്ട്രീയ സ്വയം സേവക സംഘവും ജനസംഘവുമാണ്. അതിനൊപ്പം നിന്നത് ശ്രീ NB മൻമോഹൻ സാറിൻ്റെ സർവോദയ പ്രസ്ഥാനവും കുറച്ച് സോഷ്യലിസ്റ്റുകളുമാണ്. ഇന്ന് നിരവധി മാധ്യമങ്ങൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആ മാധ്യമങ്ങൾ ഇന്നൊരു പത്രത്തിൽ ഞാൻ വാർത്തകൾ വായിക്കുമ്പോൾ ആ പത്രത്തിൻ്റെ മുതലാളിയായിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ചീഫ് എഡിറ്ററൊക്കെ ആയിരുന്ന ഒരു നേതാവ്, സോഷ്യലിസ്റ്റ് നേതാവിനെ കുറിച്ച് പറയുന്നു. ആ സോഷ്യലിസ്റ്റ് നേതാവ്
ഒളിപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് അവരുടെ പാർട്ടി തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ആ പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആദ്യം ജയിലിൽ പോയി പിന്നീട് മോചിതനായതിനു ശേഷം ഒളിപ്രവർത്തനത്തിന്റെ പേരിൽ കേരളം വിട്ടതിനു ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് 77 അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമാണ്. ഇങ്ങനെയുള്ളവർ ഈ ഭരണകൂട ഭീകരത താണ്ഡവമാടിയപ്പോൾ സമരമുഖത്തു നിന്ന് ഒളിച്ചോടിയവർ, അതിന് താത്വികമായ പരിവേഷം നൽകാൻ ശ്രമിച്ചവരാണ് ഇന്ന് അടിയന്തരാവസ്ഥയുടെ പിതൃത്വം ഏറ്റെടുത്തു വരുന്നത്. 8000-ഓളം വരുന്ന RSS ജനസംഘ പ്രവർത്തകരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലറകളിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക്, കാവടിയാട്ടത്തിനും ഉരുട്ടലിനും അടക്കമുള്ള പോലീസിന്റെ പൈശാചികമായ പീഡനത്തിന് വിധേയമാവേണ്ടി വന്നത്. അത്തരം വൈക്കം ഗോപകുമാർ ഉൾപ്പെടെ, അതുപോലെ നമ്മൾ കോട്ടയത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വൈക്കം ഗോപകുമാർ, നമ്മുടെ വടബാദൂർ ചന്ദ്രേട്ടൻ അടക്കമുള്ളവർ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. അത്തരം ആളുകളുടെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയതുകൊണ്ടും ഇന്ന് നമ്മുടെ PK രവീന്ദ്രൻ ചേട്ടൻ, കോട്ടയം തിരുനക്കരയിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകനും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ PK രവീന്ദ്രൻ, അദ്ദേഹം NB മൻമോഹൻ സാറിൻ്റെ സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ലോക് സംഘർഷ സമിതിയുടെ ഭാഗമാകുകയും പിന്നീട് ജനതാ പാർട്ടിയിലും തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായതാണ്. അദ്ദേഹം 2 പ്രാവശ്യമാണ് ആദ്യത്തെ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ഭരിച്ച് അവിടുന്ന് ജയിൽ മോചിതനായി. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മിസ പ്രകാരം DIR പ്രകാരവും തടവ് ശിക്ഷ അയച്ചു 19 മാസം ജയിലിൽ കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശ്രീ ഏറ്റുമാനൂർ രാധാകൃഷ്ണനെ പോലെയുള്ള നേതാക്കന്മാർ ഒളിവിൽ നിന്നുകൊണ്ട് ഐതിഹാസികമായ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരാണ്. അപ്പോൾ ഇത്രയും ത്യാഗസമ്പൂർണമായ ഈ പോരാട്ടത്തിന് ഇന്നത്തെ മാധ്യമങ്ങൾക്ക് അവർക്ക് തോന്നുന്ന വാർത്തകൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും അവഹേളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് വാർത്ത ഇറക്കാൻ വേണ്ടിയിട്ട്, വാർത്ത പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, വാർത്ത സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരെ ഒരു സ്മരണ, അവരുടെ പേരിൽ ഒരു സ്മരണ പോലും അർപ്പിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് എത്രമാത്രം പരിഹാസ്യമാണ്, പരിതാപകരമാണ് എന്നതും നമ്മൾ ചിന്തിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമാണ് എന്നാണ് ഈ ജൂൺ 25-ാം തീയതി അടിയന്തരാവസ്ഥയുടെ 25-ാം വാർഷികം ആചരിക്കുന്ന, ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കുന്ന ഈ സമയത്ത് വളരെ വിനീതമായി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.